ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നാം. ഹൃദയമാകുന്ന നെരുപ്പോടിൽ സ്നേഹത്തിൻ്റെ അഗ്നി ഒരിക്കലും കെടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ ക്രൈസ്തവർ. മരണത്തിൻ്റെ തലേദിവസം രാത്രി അന്ത്യത്യാഴത്തിൻ്റെയും പാദശാളനത്തിൻ്റെയും വികാര നിർഭരമായ അന്തരീക്ഷത്തിൽ സ്നേഹനാഥൻ തൻ്റെ പ്രിയ ശിഷ്യർക്ക് നൽകിയ അവസാന സന്ദേശത്തിൻ്റെ കാതൽ സ്നേഹത്തിൻ്റെ കൽപ്പനയായ പുതിയ പ്രമാണമായിരുന്നു. ഓശാന പാടിയവരെയും ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചവരെയും ഒരുപോലെ സ്നേഹിച്ച സ്നേഹം. വഞ്ചനയുടെ ചുംബനത്താൽ ഒറ്റിക്കൊടുത്തവനെയും ബലഹീനതയാൽ തള്ളിപ്പറഞ്ഞവനെയും ഒന്നുപോലെ ഉൾക്കൊണ്ട സ്നേഹം. മുഖം തുടച്ചവളെയും മുഖത്തടിച്ചവനെയും കരുണ കൊണ്ട് പൊതിഞ്ഞ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഗിരിശൃംഗത്തിൽ നിൽക്കുവാനുള്ള ക്ഷണമാണ് ക്രൈസ്തവ സ്നേഹം, ശിഷ്യത്വം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക എന്ന സ്നേഹത്തിൻ്റെ സുവർണ്ണ നിയമമാണ് യേശു നമുക്ക് നൽകിയത്. നാം പരസ്പരം സ്നേഹിക്കണമെന്ന് ആദ്യം മുതലേ കേട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്നേഹാനുഭവം ഒരു ഉത്ഥാന അനുഭവം തന്നെയാണ്. സ്നേഹമില്ലാത്ത ക്രൈസ്തവ ജീവിതം ശൂന്യമായ കല്ലറ പോലെയായിത്തീരുന്നു. നമ്മുടെ ഉപവിപ്രവർത്തനങ്ങൾ വഴിയും പരസ്നേഹ പ്രവൃത്തികൾ വഴിയും മറ്റുള്ളവർക്ക് നാം നമ്മെ തന്നെ മുറിച്ചു നൽകുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിത്തീരുന്നു. ഫാദർ ഡാമിയനും മദർ തെരേസയും പോലുള്ള വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച ഈ പുണ്യജീവിതം നമുക്ക് എപ്പോഴും മാതൃകയാവണം. അതുകൊണ്ട് എപ്പോഴും ദൈവസ്നേഹാനുഭവത്തിലായിരുന്നുകൊണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ക്രിസ്തു ശിഷ്യന് മുഖമുദ്രയായ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ത്യാഗത്തിൻ്റെയും ജീവിതമാർഗം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ.